കനിഞ്ഞു നൽകിയ വരദാനം വീണ്ടും വിധം കൈകാര്യം ചെയ്താൽ അതൊരു സ്വർഗമാണ്. ഹൃദയബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ തുറന്ന സംസാരം, അത് ശ്രദ്ധ വെച്ചുള്ള കേൾവി, വാത്സല്യത്തോടുള്ള ഒരു തലോടൽ, ഒരു ആലിംഗനം, ഇവയൊക്കെ നമ്മുടെ ബന്ധങ്ങളെ ദൃഢമാക്കുന്നു. എന്നാൽ ഈ കാലത്ത് അങ്ങനെയാണോ? നാം അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ പാശ്ചാത്യ സംസ്കാരം കടന്നു വന്നു. ബന്ധങ്ങൾക്ക് മൂല്യച്യുതികൾ സംഭവിക്കുന്നു. തൽഫലമായി നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം പെരുകി വരുന്നു. ഇന്ന് ദോഹ ഇമാനുവേൽ സേവിക സംഘം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു കുടുംബ പുരാണം. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് 3 തരം കുടുംബങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ഒന്നാമതായി വാശിക്കാരിയും ദേഷ്യക്കാരിയുമായ കാന്തമ്മയുടെ കുടുംബം. ഇതിന്റെ അപ്പനും അമ്മയും എല്ലാം കണക്കാം. എല്ലാവരും കയ്യില് ഒരു മൊബൈലോട് കണ്ടപ്പോ എന്തിനാ പറഞ്ഞറിയോ? എടാ നിന്റെ ഇതിനകത്തെ ഇഷ്ടാഗ്രാം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഒരുപാട് ഇഷ്ടക്കാരെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. എനിക്കതേ പറയാറിയുള്ളൂ. എടാ അതിനകത്തെ എനിക്ക് കുറച്ചുപേരെയൊക്കെ കിട്ടണം കൂട്ടിന്. എന്താ കാര്യം എന്നറിയാമോ? ഇവിടെ അപ്പനും അമ്മയും എന്നോട് ഒരു അക്ഷരം ഇതുങ്ങൾ കിട്ടത്തില്ല. എടാ മോനെ, അതിനകത്തെ കാന്തമ്മ അമ്മച്ചിയുടെ ഒരു ഫോട്ടോ ഇടാം. ഈ വലിപ്പത്തിലും കാന്തമ്മ ഔസേപ്പം കേട്ടോ, അങ്ങനെ ഇടണേ. അപ്പൊ കുറെ പേര് അതിനകത്ത് വരും. എനിക്ക് അവരോട് വേണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാം. ഇത് പോയി വലിയ ചായ ഉണ്ടാക്കി എടുത്തോളി. ഒന്നും പറയടാ മോനെ, എനിക്ക് 2-3 പോസ് അറിയാം. നിന്നെ ഒന്ന് നോക്ക്, ഈ ഫോട്ടോ എടുക്കാൻ പറ്റൂ? നമ്മൾ ചിരിക്കട്ടെ. നീ എഴുതാക്ക്. അയ്യോ എന്റെ നടുവേ കർത്താവേ. എടാ ഇങ്ങോട്ട് നീക്കണം. എന്റെ ഫോട്ടോ കണ്ട നീ ഇങ്ങോട്ട് നീക്കണം. ഇതെങ്ങനെയാ ദൈവമേ, ഇതിവിടെ തൂക്കുവാ. കേറി പൊടിയാക്കും. ചായ കാപ്പി എടുത്തോണ്ട് പോവാ മോനെ. രണ്ടാമത്തെ ഇതെങ്ങനെയാ? നല്ല അല്ലയോ? നമുക്ക് വേറെ എടുക്കാം. എടാ ഇങ്ങനെ നമ്മളെ രണ്ടും കൂടെ നിന്നോണ്ടോ എടുക്കൂലോട് അതിന്റെ പേര് തോന്നാ സെൽഫിയോ? ഇങ്ങനെ പിടിക്കുന്ന ആളൊക്കെ ഉണ്ടല്ലോ, അത് അതെനിക്കറിയില്ല. പോടാ, ഇതേ മാങ്ങാണ്ടി പോലെ നീ ഇപ്പൊ മറികടി. ഞാൻ പറയട്ടെ. കാപ്പി കുടിക്കാൻ സമ്മതിക്കത്തില്ല. ഇതെന്താണ് ഇത്? കാപ്പിയാണോ ചായയാണോ? ചാപ്പിയാ. പാലില്ല, പഞ്ചസാരയില്ല, അറിയാമോ? ഇവരോട് ഞാൻ 10,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പാല് ഇച്ചിരി കൂടി പാലും പഞ്ചസാര ഒട്ടും പറയരുത്. നീ കരയട്ടോ? പിന്നെ ആരാ? ഇതിന്റെ മോത്ത കാണുന്നതേ ഇഷ്ടമല്ല. എന്താ ഇവിടെ രാവിലെ അമ്മായിന്റെ മരുമോളും കൂടെ ഒരു ബഹളം? അയൽപക്കത്തുകാർക്ക് കിടന്നുറങ്ങണ്ടല്ലോ. ആ 4ാമത്തെ വീട്
വരെ കേൾക്കാം നിങ്ങളുടെ ബഹളം. അങ്ങനെയാണോ? എന്താ നീ ഒരു കാര്യം ചെയ്യടാ, അഞ്ചാമത്തെ വീട്ടിൽ പോയി താമസിക്കണം. അല്ല എന്നതാ സൂസിക്കുട്ടി രാവിലെ ഈ ബഹളം? എന്താ പറയാനാണെന്നോ? എന്നാ ഒന്നും പറയാനില്ല, നീ മിണ്ടാതെ ഈ ഒരു കാര്യം ചെയ്യും. നീ എന്തായാലും ക്ഷീണിച്ചു വന്ന് ഈ കാര്യം ഞാൻ വിളിച്ചോളാം. നിന്റെ ചൂച്ചിക്കുട്ടി ഉണ്ടാക്കിയത് പോയോണ്ട് കേട്ടോ. നിന്റെ വീട്ടിൽ നിന്നൊക്കെയുള്ള വിശേഷം എന്താ പറയാൻ അമ്മച്ചി, ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നു. എന്ന് ഓർക്കും അമ്മച്ചി ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. അവർക്ക് വീട് പണിയും കൊണ്ട് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് അമ്മച്ചി കൂടി ചുമ്മാ അതല്ല. പിന്നെ ആര് കുടിക്കാനാ? നിന്റെ വീട്ടുകാർ കൊടുക്കും. എന്റെ വീട്ടുകാർ ചെയ്യും. കണ്ടതൊക്കെ നാട്ടുകാരോടും വീട്ടുകാരോടും മുഴുവൻ എന്റെ കുറ്റം പറഞ്ഞു ഞാനൊന്നും കൊടുക്കുന്നില്ല, നോക്കുന്നില്ല, വായിക്ക് രുചിയോടെ ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ കാണിച്ചതാണ്. ഇപ്പൊ കാണിച്ചത് കഴിഞ്ഞ ആഴ്ച ആശുപത്രി പോയപ്പോഴേ ഡോക്ടർ എന്നോട് പറയുമ്പോ നിങ്ങൾ അമ്മ VIP ലിസ്റ്റിലാണ്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പിന്നെ പോരാനിട്ടുള്ള പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം എല്ലാം ഹനിയാണ്. അപ്പോഴാണ് ഞാൻ കാണിച്ചേ. നാട്ടുകാരെ കണ്ടോ, നാട്ടുകാരെ കണ്ടോ, ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ആശുപത്രി കൊണ്ട് എഴുതുന്ന ഫോട്ടോയായി. ഇതിനകത്ത് ഈ എല്ലെന്ന് പറയുന്ന ഒരു സാധനമല്ല. നമ്മുടെ വലിയ മതിലെ കൊണ്ടോട്ടിച്ച് നാട്ടുകാരൊക്കെ കാണട്ടെ. നീ എന്നെ കോക്കിയാണ് ഇതായിട്ടല്ല ഇതിനോട് സംസാരിച്ച് എന്റെ എന്റെ സൂസിക്കുട്ടി, നീ എങ്ങനെ സഹിക്കുന്നു? നീ ഒരു കാര്യം ചെയ്യേ, ഇങ്ങനെയുള്ളവരെ നോക്കാൻ എത്രയോ വിട്ട സകലങ്ങളുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയി വിട്ടാ പോലെ. ഒരു കാര്യം ചെയ്യും, വിഷമിക്കാൻ അങ്ങനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു തീർത്ഥയാത്രയ്ക്കാണ് പോകുന്ന വഴിക്ക് ഇങ്ങോട്ടേക്ക് ഇതൊക്കെയാണ് ഇപ്പൊ ഫാഷൻ. അതോടുകൂടി തീരും ഈ യാത്ര. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. പോകുന്ന വഴിക്ക് ചിലപ്പോ അന്നാമ്മയുടെ വീട് വരെ അവശയായ ഏലിയാമ്മയും കുടുംബവും.
കഴുകിട്ടൂടെ അമ്മച്ചിക്ക്? എനിക്ക് നാട്ടി നാക്കം എടുത്തിട്ട് പറ്റുന്നില്ല അത്. നീ കഴുകിട്ടോരാതെ എനിക്ക് ആരാ അമ്മച്ചി ഇത് ചെയ്തു തരാൻ? ഇനി എനിക്ക് അതാ പണി. എനിക്ക് വേറെ ഒരു പണിയില്ല. ഇനി അമ്മച്ചി തുണിയും കൂടെ കഴുകണം. ഹലോ, സർപ്രൈസ്. വന്നതേ ഉള്ളൂ. ഞാൻ കുറച്ചു കാലം ഇവിടെ കാണും. ഓ, എന്റെ അമ്മച്ചി ഒന്നും പറയണ്ട. അമേരിക്കയിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. എനിക്ക് എന്റെ ചേച്ചിയെ കാണാതിരിക്കാൻ വയ്യ. എന്തോ ഒരു വിഷമം എനിക്ക്. എന്റെ നമ്മുടെ ബ്രദർ മോൻചാനുണ്ടല്ലോ, മോൻചാൻ എന്നോട് പറഞ്ഞു, എനിക്കറിയാമോ അവിടെ അമ്മച്ചിക്ക് ഭയങ്കര ദുരിതം. ആ എൽസി ഉണ്ടല്ലോ ഒത്തിരി പീഡിപ്പിക്കുകയാണല്ലേ. ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ചേച്ചിയെ വിട്ട് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇനി ഞാൻ എന്നും ചേച്ചിക്ക് താങ്ങും തണലുമായിട്ട് ഇവിടെ നിൽക്കും കേട്ടോ. ഞാൻ ഇനി എന്നും പോകത്തില്ല. ഇല്ല, ഞാനെല്ലാം കേട്ടു. എനിക്കിനി ഒന്നും, ഞാനിനി തിരിച്ചു പോകുന്നേ ഇല്ല. ഇനി ഗോൾഡേജ് കമ്പനി ജോലി കിട്ടി. ഞാൻ അതുപോലെ വേണ്ടാന്ന് വെച്ചു എന്റെ ചേച്ചിക്കും വേണ്ടി. അയ്യോ, അങ്ങനല്ല ഫ്ലൈറ്റിന് ഡയറക്റ്റ്. പിന്നെ ഓർക്കുന്നു എന്തോ രസമായിരുന്നു നമ്മുടെ കുട്ടിക്കാലം. ആ റോയിയുടെ വീട്ടിലെ മാങ്ങ, അയ്യോ സജിയുടെ വീട്ടിലെ പഴഞ്ചാവ കയറുന്നത്, പിന്നെ ബസ് സ്റ്റാൻഡ് ഓർക്കുന്നോ? സണ്ണി, ജോജി, ഓ ഒരു കാര്യം എല്ലാം ഓർമ്മയുണ്ട്. നമ്മൾ സ്കൂളിൽ പോലെ പഠിക്കാൻ വല്ലതാണോ? ചുമ്മാ എനിക്ക് അറിയാനും ഉണ്ട്. അതാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. അയ്യോ മോനെ, ഞാൻ ഇങ്ങനെ വന്നു. അതെ, അമേരിക്ക ഇരുന്നപ്പോ ഞാൻ കേട്ടു എന്റെ ചേച്ചിക്ക് ഇവിടെ ഭയങ്കര ദുരിതമാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇനി തിരിച്ചു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഞാൻ ഇനി ചേച്ചിയുടെ കൂടെ താങ്ങും തണലുമായി ഇവിടെ നിൽക്കും. ഞാൻ അറിഞ്ഞു അവിടുത്തെ വിശേഷങ്ങളൊക്കെ. മക്കൾക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവിടുന്ന് ചാടിപ്പോകുന്നേ. അങ്ങനെ നിന്നോട് ഈ വേണ്ട അതിനൊക്കെ പറഞ്ഞൊപ്പിച്ചേ. അങ്ങനൊന്നുമില്ല മോനെ. ചേച്ചി, നമുക്ക് ഇച്ചിരി റിലാക്സ് ചെയ്യാം. നമുക്കൊന്ന് ഇച്ചിരി 3 നേരം കിടക്കാം. റിലാക്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അമ്മച്ചെ കൊണ്ട് വൃദ്ധസംഘത്തിലാക്കണമെന്ന്? ഒരെണ്ണത്തിന് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇപ്പൊ 2 ആയിട്ടുണ്ട്. ഇപ്പൊ അമേരിക്കൻ കൊണ്ട് ആക്കിയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല എന്നെ നോക്കാനായിട്ട്. നീ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാം. നമ്മുടെ അമ്മച്ചിയില്ലയോ, ഞങ്ങളെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയതില്ലയോ? ഇങ്ങനെയൊക്കെ പറയാമോ? നമുക്കൊന്നും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹോം നേഴ്സിനെ വല്ലതും ആക്കാം. നിങ്ങളുടെ ഒരു സെന്റിമെന്റ്സ് നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കുക. എന്നെ വേണോ അമ്മച്ചയെ വേണോ? നിനക്ക് എന്തോ അതിന് ഇഷ്ടമെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്യും. ഒരു ഹോം നേഴ്സും വേണ്ട, ഒന്നും വേണ്ട. അമ്മച്ചയെ കൊണ്ടുവന്ന് വൃദ്ധസദനത്തിലാണ്. എനിക്കത് മാത്രം മതി. അങ്ങനെയെങ്കിൽ അങ്ങനെ. നിങ്ങൾക്ക് ആഹാരം വേണമെങ്കിൽ വാ, ഞാൻ വളർത്തി തരാം. ഞാനും ചെയ്യാമോ ഇന്നത്തെ ഞങ്ങൾ എന്തുവാന്നറിയാമോ? പ്രായമായ മാതാപിതാക്കളെ പുതിയ പിള്ളേർ
അമ്മയ്ക്ക് വിഷമമൊന്നുമില്ല. ഒരു വിഷമമില്ല. നിങ്ങളുടെ സന്തോഷം എന്താണോ അതാ എൻ്റെ സന്തോഷം. മോള് റെഡി ആയിട്ടോ മോനെ? വാ പോവാ. നമുക്ക് ഇറങ്ങാം അമ്മച്ചി. പങ്കുവെക്കുന്നത് സഹിക്കാൻ കഴിയാത്ത അന്നക്കുട്ടിയും കുടുംബവും. നിനക്കറിയാം എത്ര മണിക്കൂർ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ വന്നത്. വല്ല ചായ കാപ്പി വല്ല കൊടുക്കണേ? അമ്മയുടെ കൈ കൊണ്ടുള്ള ചായ കുടിച്ചിട്ട് എന്റെ കൈ കൊണ്ട് തന്നെ വേണം അല്ലേ? അമ്മയുടെ കൈ കൊണ്ട് മതി. ഇപ്പൊ തരാവേ. മോളെ ഷെർലി, അന്ന് എന്നെ സഹായിക്കണി. ഭയങ്കര കഷ്ടപ്പാടാ. എന്നെ കൂടെ കൊണ്ടുപോകും. കഷ്ടപ്പാടാ. ചായ കുടിക്കാൻ എന്ത് വെച്ചേ? ചോക്ലേറ്റ് ആണോ?
പിന്നെ എന്താ ഷുഗർ എണ്ണി കയറിയിരിക്കല്ലേ ബിസ്ക്കറ്റ് ഇല്ല അപ്പൂപ്പിനോട്ടുള്ള ഞാൻ ഇപ്പൊ പറയത്തില്ല അമ്മയുടെ കൂടെയുള്ള ജീവിതം ഞാൻ ഓരോന്നും പറയത്തില്ല അച്ഛൻ്റെ അടുത്തോ ഇതന്നെ അച്ഛൻ കണ്ടോ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നേ പ്രായമുള്ളതല്ലേ പിന്നെ എന്തോ ചെയ്യാൻ ഒന്നും പറയണ്ട അമ്മയുടെ കാര്യം അമ്മയുടെ അതിന് കുഴപ്പമില്ല സമയം വല്ലതും ഉണ്ടോ വേറെ വേണപ്പോഴാ കുഴപ്പം തേക്കുന്ന തേക്കടി എന്നെ രാത്രി പോലുണ്ടോ കുഴപ്പമില്ല നല്ലോണം നീ പറഞ്ഞിരിക്കണം നീ നല്ലോണം തേച്ച് വലിച്ചിരിക്കണം ഇത് ചുമന്ന് തുടുത്ത് നല്ലതാടി തീരെ ഇല്ല നീ കുറച്ച് പഠിപ്പിച്ചതാടാ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല അമ്മയെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്തൊരു കാണുന്നറിയോ ഈ അമ്മയുടെ കൂടെ ഉള്ള ജീവിതം അമ്മയെ കൂടോ എനിക്ക് പറ്റത്തില്ല അമ്മയുടെ കൂടെ ഇവിടുന്ന് അങ്ങോട്ട് പോയാലും അമ്മയെ കൊണ്ട് എന്നെ പോകുന്നത് എന്നെ കൊണ്ട് പോയി അമ്മയുടെ കൂടെ ജീവിക്കാൻ പറഞ്ഞിട്ട് പോകുന്ന അച്ചായനറിയാം ഞാൻ ഫുഡ് കഴിച്ചാൽ അത് വന്ന് എത്തിന്നു ഞാൻ എന്തിന് ഡ്രസ്സ് വാങ്ങിച്ചാൽ പലരും ഞാൻ ചെലവാക്കുന്നു പറഞ്ഞിട്ടാണ് ഭയങ്കര പാടാണ് എനിക്ക് പറ്റത്തില്ല അച്ഛൻ പറയുന്നില്ല കാര്യങ്ങൾ പക്ഷെ അമ്മേനെ വല്ലയിടത്തും കൊണ്ടാക്കാൻ നാട്ടുകാരെന്തോ പറയും അതൊന്നും വലിയ കാര്യമില്ല പക്ഷേ എല്ലാവരും അവർ ചെയ്തുകൊണ്ടല്ല എന്നെ അറിയത്തില്ല വടക്കേലെ ഏരിയാമ്മ ചേച്ചി കൊണ്ടുവന്നാക്കി ഒരു പ്രശ്നമില്ല അതെന്താ വെച്ചാൽ ഒരു പഴം പോലെ അമ്മേനെ വേറെ വല്ല അച്ഛൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ പകര പുള്ളിക്കാരി വലിയ കാര്യമാണ് നമുക്ക് അമ്മേനോട് എടുത്തിട്ട് നമുക്ക് വരാൻ പോകാൻ നല്ലൊരു ഐഡിയ പരിപാടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നാം ആഘോഷിക്കുന്നത് സ്നേഹാലയം വൃദ്ധസദനത്തിലാണ്. ചംചം ചാനലിന് വേണ്ടി ക്യാമറമാൻ ഡെന്നിസിനൊപ്പം ഞാൻ സെനോറീറ്റ നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അമ്മച്ചിമാരെ നമസ്കാരം. ഇതൊക്കെ ഇപ്പോഴത്തെ ഫാഷനാണ്. കട്ടയും കൊണ്ടുവർക്ക് ഓൾഡ് ഫാഷനാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ന്യൂജൻ സ്റ്റൈലാണ്. എങ്ങനെയുണ്ട് അമ്മച്ചിമാരെ? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ ഞങ്ങളുടെ ചാനലിന് വേണ്ടി? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സന്തോഷമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്റെ കെട്ടിയൻ ഉണ്ടാക്കിയ വീട്ടിൽ താമസിക്കാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ എന്തോ ചെയ്യാനാ, ഞാനൊന്നും വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. വല്ലതൊക്കെ വിട്ടുകൊടുത്തിരുന്ന ഇപ്പോഴും അവിടെയൊക്കെ നിൽക്കായിരുന്നു. പക്ഷെ ഇവിടെ സമാധാനമുണ്ട് കേട്ടോ. എനിക്ക് ചെറിയ പ്രായത്തിലൊക്കെ കൊച്ചു പിള്ളേരൊക്കെ നമ്മൾ ഒളിച്ചു കളിക്കത്തില്ലേ, അതുപോലെ എൻ്റെ മക്കൾ ഒളിച്ചിരിക്കുമായിരിക്കും. ഒരു ദിവസം വരും. സാരമില്ല അമ്മച്ചിമാരെ, എല്ലാം ശരിയാവും. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ചൊരു ഫോട്ടോ എടുത്താലോ? ഞാൻ അമേരിക്കയിലേക്ക് പോരുന്നു. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടുത്തെ അവിടുത്തെ ബർഗർ തിന്ന് മടുത്തു. ഇനി നമുക്ക് ഇവിടുത്തെ കപ്പയും ചക്കയും മാങ്ങയൊക്കെ തിന്ന് നമുക്ക് ഇവിടെ ആഘോഷിക്കാം. അയ്യോ, ഞാൻ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ നമുക്ക് ഇവിടെ സന്തോഷമായിട്ട് ഇനി ജീവിക്കാമേ. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ചൊരു സെൽഫി ആയല്ലോ. പ്രേക്ഷകരെ, ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് പുതുവത്സരാശംസകളും ക്രിസ്മസും ആശംസിക്കുന്നു. പുതുവത്സരാശംസകളും ക്രിസ്മസും എന്നുള്ള പേരിലും ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ.